ഹലോ ഗൈസ്, പെട്ടു ഗൈസ്, റോഡ് സൈഡിൽ പെട്ടു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൊതുകിനെ കൊല്ലുന്ന പരിപാടി. നാട്ടിലേക്കൊന്ന് വഴിമാക്കി പോകാനൊരു വില വണ്ടിക്ക് പോകുന്ന കേട്ടോ. നാട്ടിൽ കണ്ണൂരുള്ള ചെങ്ങായിമാര് ട്രാവലർ എടുത്ത് നാട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ വിലയൊക്കെ കൂടിയാ വണ്ടിയുടെ കംപ്ലൈന്റ് ബ്രേക്ക് ഡൗൺ ആയി. ഇതിപ്പോ റോഡ് ഇതാ പരിപാടി. ഇതാണ് പോയാളി കൊതുകിനെ കൊല്ലുക. എന്നിട്ടോ 2 മണിക്കൂറായി ഫുഡ് ഓർഡർ ചെയ്ത്. 4 ഫുഡാണ് വേണ്ടത്. 2 ഫുഡ് ഓർഡർ ചെയ്താൽ വന്ന് ഒരു ചെങ്ങായിനിൽ ഞങ്ങളെക്കാട്ട് മുന്നേ ഓർഡർ ചെയ്ത എന്നിട്ട് ഇതുവരെ വന്നില്ല. എന്നിട്ട് വിശന്ന് കുത്തിരിക്കുക. കൊതുകിനെ കൊല്ലുന്ന പരിപാടിയാണ്. ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടാക്കിയെന്ന് മെൻഷൻ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. പെട്ടു ഗൈസ്, അവസ്ഥയാണ്. ചൂടെടുത്തിട്ട് രക്ഷ. ട്രെയിനിൽ പോയാൽ മതിയായിരുന്നു. ഒരൊറ്റപ്പാടിയാ. ഒരാൾ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നു, 2 ഫുഡ് വന്നു. പക്ഷെ മറ്റേ ചെങ്ങായിൻ്റെ ഇടയിൽ ഓർഡർ ചെയ്ത് വന്നില്ല. സ്വിഗ്ഗി ചാമ്പി. സ്വിഗ്ഗി ഈ നടുറോട്ട് പെട്ടെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചാമ്പാൻ പാടില്ല. യുവാക്കളുടെ രോദനാണത്. 2 ഫുഡ് വന്ന് എല്ലാവർക്കും വന്ന് ഒരിപ്പരം കഴിക്കാനായി വെച്ചേക്കുമ്പോൾ സ്വിഗ്ഗി ചാമ്പി. അവർ 2 ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഓൻ്റെ ചാമ്പി. സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തത്. സ്വിഗ്ഗിയിൽ ഇവിടെയൊക്കെ ദൂരത്ത് വരികയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി തന്നെ നടത്തുക. കാരണം ഇവർ ചാമ്പാൻ സാധ്യതയുണ്ട്. ഇതിന് മുന്നേ ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ ചെയ്യുക, 2 പൊറോട്ട മിസ്സിങ് ആയി. 1600 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 2 സാധനം മിസ്സായത്. ലാഭിത അല്ലേ? അതാണ്. എന്ത് ചെയ്യുക, സൂക്ഷിച്ചുകൊണ്ട് ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ സ്വിഗ്ഗി ചാമ്പ. ഒരിക്കലും ഓൺലൈൻ പേയ്മെൻറ്റ് എടുത്തത് ക്യാഷ് ഓൺ ഡെലിവറി മാത്രം ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പെടും ഗൈസ്, പെട്ടുപോകും.